പാദപൂജയായി, ഇഷ്ടഭക്ഷണമായി, ഇപ്പോ പുതുവസ്ത്രവുമായി, കർമ്മം കൊണ്ടും മനസ്സുകൊണ്ടും സമൃദ്ധമായ അതിഥി സൽക്കാരം. ഈ സൽക്കാര വ്യഗ്രതയെ ശ്ലാഘിക്കാൻ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. മഹാത്മാവേ, ഞങ്ങളുടെ കടമ നിർവഹിക്കുന്നു എന്ന് മാത്രം. നന്ദിയോ പ്രശംസയോ ഒന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അങ്ങേക്ക് കുറച്ചു നേരം വിശ്രമിക്കാം. അത് കഴിഞ്ഞിട്ടാവാം അടക്കം. അങ്ങനെ ആവട്ടെ. ഭക്ഷണവും വിശ്രമവും കഴിഞ്ഞ് ഉടനെ മടങ്ങണമെന്ന തീരുമാനത്തോടെയാണ് ഞാൻ വന്നത്. പക്ഷേ ഇപ്പോൾ തോന്നുന്നു, നിങ്ങളുടെ മഹത്തായ ആതിഥ്യം സ്വീകരിച്ചുകൊണ്ട് കുറച്ച് ദിവസം ഇവിടെ പാർത്താലോ എന്ന്. അങ്ങേക്ക് ഒരല്ലലും വരാതെ സേവിക്കാൻ ഞങ്ങൾ സന്നദ്ധരാണ്. അങ്ങേപ്പോലൊരു മഹാത്മാവ് അല്പകാലം ഇവിടെ വസിക്കുന്നതിൽ നിന്നും ഞങ്ങൾക്ക് ലഭിക്കുന്ന പുണ്യം അത് വിലമതിക്കാനാവാത്തതാണ്. അങ്ങേക്ക് എന്താണ് വേണ്ടതെന്ന് അറിയിച്ചാലും. ഊണ് കഴിഞ്ഞൊരു മയക്കം പതിവുള്ളതാണ്. അതിനെന്താ, അങ്ങേക്ക് അകത്ത മുറിയിൽ കിടക്കാം. വന്നാലും അത് ഞാനെടുത്തോളാം. എന്താണ് ആലോചിക്കുന്നത്? വ്യാപാര സംബന്ധമായ ഒരു കാര്യത്തിന് കുറച്ചകലെയുള്ളൊരു നാട്ടിൽ പോകേണ്ടതുണ്ട്. ആ യാത്ര മാറ്റിവെക്കാൻ പറ്റുന്നതല്ല. മാറ്റിവെക്കരുത്. നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനം തന്നെ അങ്ങ് നടത്തുന്ന വ്യാപാരമാ. അങ്ങനെ കിട്ടുന്ന പണം കൊണ്ടാണല്ലോ നമ്മൾ അതിഥി സേവ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് വ്യാപാര കാര്യത്തിന് പോവുക തന്നെ വേണം. പക്ഷേ നമ്മുടെ തറവാട്ടിൽ ഇപ്പോൾ ഒരു അതിഥി വന്ന് താമസിക്കുകയല്ലേ. ആ സ്ഥിതിക്ക് ഗൃഹനാഥൻ തറവാട് വിട്ടു പോയാൽ അത് അതിഥിയോടുള്ള അവഗണനയാവില്ലേ ജാനകി? അതും ശരിയാ. ഒരുപക്ഷെ അങ്ങ് തറവാട് വിട്ടു പോകുന്നെന്നറിയുമ്പോ അദ്ദേഹവും പോകാൻ തയ്യാറായെന്നിരിക്കും. അത് പാടില്ല ജാനകി. ഇപ്പൊ വന്ന് പാർക്കുന്ന അതിഥി ഒരു സാധാരണ മനുഷ്യനൊന്നുമല്ല. മറ്റുള്ളവർക്കില്ലാത്ത എന്തൊക്കെയോ വൈശിഷ്ട്യങ്ങൾ അദ്ദേഹത്തിനുണ്ട്. അല്പനേരം അദ്ദേഹം സംസാരിക്കുമ്പോൾ തന്നെ എന്തൊക്കെയോ വിലപ്പെട്ട തത്വങ്ങളും ഉപദേശങ്ങളുമാ അദ്ദേഹത്തിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത്. ജാനകി അത് ശ്രദ്ധിച്ചില്ലേ? ശ്രദ്ധിച്ചു. സാധാരണ മനുഷ്യരായ നമ്മൾ ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്ത എന്തൊക്കെയോ അകംപൊരുളുകൾ അദ്ദേഹം മനസ്സിലാക്കിയിരിക്കുന്നു. അങ്ങനെയുള്ള അതിഥികൾ തറവാട്ടിൽ കുറച്ചു കാലം പാർത്താൽ തറവാട്ടിൽ വളരെയേറെ ഐശ്വര്യവും നന്മകളും ഉണ്ടാവും. അതിഥിക്ക് ഒന്നിനൊരു കുറവും വരുത്താതെ നീ പരിചരിച്ചാ മതി. അത് പ്രത്യേകം പറയണോ? വേണ്ട, എന്നാലും ഓർമ്മിപ്പിക്കുക. അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കിയിരിക്കണം. മലിനമായ വസ്ത്രങ്ങളോ പഴകിയ ആഹാരമോ കൊടുക്കരുത്. രാത്രികാലങ്ങളിൽ കുടിക്കാൻ ചുക്കുവെള്ളം തയ്യാറാക്കി വെച്ചിരിക്കണം. അദ്ദേഹം എന്താവശ്യപ്പെട്ടാലും അത് നിവർത്തിച്ചു കൊടുക്കണം. മതി ഓർമ്മപ്പെടുത്തിയതൊക്കെ. ഇവിടുന്ന് തറവാട്ടിലില്ലാത്ത ഒരു കുറവും അദ്ദേഹത്തിന് അനുഭവപ്പെടാതിരുന്നാ പോരെ? അദ്ദേഹം ആവശ്യപ്പെടാതെ തന്നെ എല്ലാം കണ്ടറിഞ്ഞ് പരിചരിച്ചിരിക്കും. അങ്ങ് സമാധാനത്തോടെ യാത്ര പുറപ്പെട്ടോളൂ. വസ്ത്രങ്ങളെല്ലാം അലക്കി വെച്ചിട്ടുണ്ട്. ഞാൻ എടുത്തു വെക്കണോ? വേണ്ട, ഞാൻ എടുത്തു വെച്ചോളാം. നീ പോയി അതിഥിക്ക് എന്താ വേണ്ടതെന്ന് അന്വേഷിക്കുക. ശരി.
ശയനത്തിൽ ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം. ഏയ്, സാരമില്ല. സുദർശനൻ ഒരു യാത്രയ്ക്കുള്ള പുറപ്പാടാണെന്ന് തോന്നുന്നല്ലോ. എങ്ങോട്ടാണ്? ഇദ്ദേഹത്തിന് അങ്ങയോട് പറയാൻ വിഷമമുണ്ട്. അടിയന്തരമായി ഇദ്ദേഹത്തിന് പുറത്തൊരിടം വരെ പോകേണ്ടിയിരിക്കുന്നു. ഒഴിവാക്കാനാകാത്ത വ്യാപാര ആവശ്യത്തിനാ. 2 നാൾ കഴിഞ്ഞേ മടക്കമുണ്ടാകൂ. അതിനെന്താ, സന്തോഷമായി പോയി വന്നോളൂ. ഒരു മഹത്തായ അതിഥി തറവാട്ടിൽ പാർക്കുമ്പോൾ ഗൃഹനാഥൻ ദൂരയാത്ര പുറപ്പെടുന്നത് ഉചിതമല്ലെന്നറിയാം. മാറ്റിവെക്കാനാകാത്ത സാഹചര്യം കൊണ്ടാണ്. അങ്ങേക്ക് അഹിതമൊന്നും തോന്നരുത്. എന്തിനഹിതം തോന്നണം സുദർശന? നിങ്ങൾ രണ്ടുപേരും തികഞ്ഞ ശിവഭക്തരാണ്. ലോപമില്ലാത്ത അതിഥി സൽക്കാരം, വാരിക്കോരിയുള്ള ദാനധർമ്മവും. അതുകൊണ്ട് എല്ലാം ഭഗവാൻ തന്നുകൊള്ളുമെന്ന് കരുതി കർമ്മം ചെയ്യാതിരിക്കരുത്. താൻ പാതി ദൈവം പാതി എന്നല്ലേ? സുദർശനന്റെ കർമ്മം വ്യാപാരമാണ്. അത് മുടങ്ങാതെ നിർവഹിച്ചുകൊണ്ടേയിരിക്കണം. ഫലം ഇച്ഛിക്കാതെ വേണം നിങ്ങൾ കർമ്മം ചെയ്യേണ്ടത്. കർമ്മണ്യേ വാധികാരസ്തേ മാ ഫലേഷു കഥാചന എന്ന തത്വം ഇരുവർക്കും അറിയാമല്ലോ. സുദർശനൻ യാത്ര പുറപ്പെട്ടുള്ളൂ. അങ്ങനെ ആയിക്കോട്ടെ. അങ്ങേക്ക് വേണ്ട എന്താവശ്യങ്ങളും നിവർത്തിച്ചു തരാൻ ജാനകി ഏർപ്പാടാക്കിയിട്ടുണ്ട്. ജാനകി, ഞാൻ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ? ഉണ്ട്. പകലെന്നോ രാത്രിയെന്നോ ഭേദമില്ലാതെ അതിഥി ആവശ്യപ്പെടുന്നതെന്തും ഞാൻ നിവർത്തിച്ചുകൊണ്ടിരിക്കും. സത്യം. അങ്ങ് പൂർണ്ണ മനസ്സോടെ എന്റെ ഭർത്താവിന് യാത്രാനുമതി നൽകണം. സുദർശന, സ്വന്തം കർമ്മങ്ങൾ മാറ്റിവെച്ചുകൊണ്ടുള്ള അതിഥി സൽക്കാരവും കൂടുതൽ ഗുണപ്രദമാകില്ല എന്നറിഞ്ഞിരിക്കണം. നിങ്ങൾ മനസ്സുറപ്പോടെ പോയി വന്നാലും നിങ്ങളുടെ ഉദ്ദിഷ്ട കാര്യം സാധ്യമാകുക തന്നെ ചെയ്യും. മംഗളം ഭവിക്കട്ടെ. ജാനകി. എന്തേ? ജാനകിയുടെ അതിഥി സേവ ഒരുതരം അടിമത്തത്തിലേക്ക് വഴിമാറുന്നുണ്ടോ എന്നൊരു സംശയം. ജാനകിയുടെ സേവനത്തെ ഞാൻ കൂടുതൽ മുതലെടുക്കുന്നില്ലേ എന്ന സംശയവും ഇല്ലാതില്ല. അങ്ങ് എന്താണ് ഈ പറയുന്നത്? ഈ ചൂടുകാലത്ത് ഉഷ്ണമകറ്റാനായി വിശറിയാലൊന്ന് വീശിത്തരുന്നതാണോ അടിമപ്പണി? അത് അടിമപ്പണിയുടെ ഗണത്തിൽ പെടുന്നില്ല. ആട്ടെ, അങ്ങയുടെ ഉഷ്ണത്തിന് ശമനമുണ്ടോ? നല്ല ശമനമുണ്ട്. രാവേറെ ചെന്നില്ലേ? ജാനകി പോയി കിടന്നോളൂ. ശരി. കുടിക്കാനുള്ള വെള്ളം കൂജയിലെടുത്ത് വെച്ചിട്ടുണ്ട്. ആയിക്കോട്ടെ. അങ്ങയുടെ വസ്ത്രങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. കുളി കഴിഞ്ഞ ശേഷം മാറി ഉടുക്കാനുള്ള വസ്ത്രം കിണറ്റിൻകരയും മടക്കി വെച്ചിട്ടുണ്ട്. ജാനകി, ജാനകി ഇത്ര തിരക്കിട്ടെങ്ങോട്ടാ? ചൂടുവെള്ളത്തിലല്ലേ അങ്ങ് കുളിക്കാറുള്ളത്? വെള്ളം ചൂടാക്കാൻ പോവായിരുന്നു. വേണ്ട, ഞാൻ ഇന്ന് തണുത്ത വെള്ളത്തിൽ കുളിച്ചുകൊള്ളാം. അതെന്തേ? അതിഥിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്ത് ജാനകി നന്നേ ക്ഷീണിച്ചിരിക്കുന്നു. ചെന്ന് അല്പനേരം വിശ്രമിക്കുക.
എനിക്കൊരു ക്ഷീണവും അനുഭവപ്പെടുന്നില്ല. പതിവ് പോലെ ഇന്നും അങ്ങ് ചൂടുവെള്ളത്തിൽ കുളിച്ചാ മതി. ഞാൻ വെള്ളം ചൂടാക്കി വെക്കാം. കുളിയൊക്കെ കഴിഞ്ഞല്ലോ, ഇനി ഇത് കഴിക്കണം. എന്താ ഈ നേരത്ത് പാലും പഴവുമൊക്കെ? അങ്ങേക്ക് നന്നായി വിശക്കുന്നുണ്ടല്ലോ. ഞാൻ ജാനകിയോട് ഭക്ഷണമൊന്നും ആവശ്യപ്പെട്ടില്ലല്ലോ. അതിഥി ആവശ്യപ്പെടുന്നത് എന്തും നൽകണമെന്ന് മാത്രമല്ല, ആവശ്യപ്പെടാത്തത് മുൻകൂട്ടി അറിഞ്ഞു നൽകണമെന്നാ എന്റെ ഭർത്താവ് പറഞ്ഞേൽപ്പിച്ചിട്ടുള്ളത്. പ്രഭാതത്തിലെ പ്രാതൽ അങ്ങയുടെ വിശപ്പ് അടക്കിയിട്ടില്ലെന്ന് ഞാൻ മനസ്സിലാക്കി. അങ്ങ് ഇത് കഴിക്കൂ. ജാനകി, എനിക്കിഷ്ടപ്പെട്ട ഭക്ഷണപാനീയങ്ങളൊക്കെ ജാനകി വേണ്ടുവോളം നൽകുന്നുണ്ട്. നിത്യവും നമ്മുടെ വസ്ത്രങ്ങൾ അലക്കി വൃത്തിയാക്കുന്നുണ്ട്, നമ്മെ വീശി ഉറക്കുന്നുണ്ട്. ഞാൻ ഏറെ സംതൃപ്തനാണ്. പക്ഷേ എന്താണ് അങ്ങേക്കൊരു വൈമനസ്യം? പറഞ്ഞോളൂ. അതിഥി ആവശ്യപ്പെടുന്നത് എന്തും നിവർത്തിച്ചു തരണമെന്നല്ലേ സുദർശനൻ പറഞ്ഞേൽപ്പിച്ചിരിക്കുന്നത്? അതെ. അങ്ങനെയെങ്കിൽ എന്താണ് അങ്ങേക്ക് ആവശ്യമെന്ന് അറിയിച്ചോളൂ. നമ്മെക്കൊണ്ട് നൽകാൻ കഴിയുന്നതാണെങ്കിൽ തീർച്ചയായും നൽകിയിരിക്കും. എനിക്ക് ശാരീരിക സുഖം കൂടി പകർന്നു നൽകണം. ശ്രീ പരമേശ്വര, അതിഥിക്ക് ഇങ്ങനെ ഒരു ആവശ്യമോ? ഭർത്താവിന്റെ വാക്കുകളെല്ലാം ഭാര്യയ്ക്ക് നിറവേറ്റാൻ കഴിയുമോ? ഭർത്താവിനെ വഞ്ചിക്കാനോ? പാതിവൃത്യ ഭംഗം വരുത്താനോ? ജഗന്നാഥ, ഈ ധർമ്മസങ്കടത്തിൽ നിന്നും അടിയനെ രക്ഷിക്കണേ. ജാനകി എന്താ ആലോചിക്കുന്നത്? അത് പിന്നെ ഞാനിപ്പോ വരാം. ഭഗവാനെ, സോമശേഖര, കൽമഷനാശന, ശ്രീരുദ്ര, പാർവതികാന്ത, ഭഗവാനെ, അടിയനെ ധർമ്മസങ്കടത്തിലാക്കരുതേ. അതിഥി ആവശ്യപ്പെടുന്നതെന്തും നിവർത്തിച്ചു കൊടുക്കണമെന്ന് ഭർത്താവ് പറഞ്ഞേൽപ്പിച്ചു. എന്ത് സേവനവും ചെയ്യാമെന്ന് അടിയൻ വാക്കും കൊടുത്തു. പക്ഷേ ആ
അതിഥിയിൽ നിന്നും ഇങ്ങനൊരു ആവശ്യം അടിയൻ തീരെ പ്രതീക്ഷിച്ചില്ലല്ലോ ഭഗവാനെ. അടിയൻ എന്താണ് വേണ്ടതെന്ന് മാർഗനിർദ്ദേശം നൽകിയാലും ആതിഥ്യ മര്യാദയിൽ ചാരിത്ര്യഭംഗം പാപമല്ലെന്ന് വരുമോ? അതിഥിയെ നിരാശപ്പെടുത്തുന്നത് കൊടിയ പാപമായി ഭവിക്കുമോ? ഭർത്താവ്, അതിഥി, പരിചരണം, പാതിവൃത്യഭംഗം. അടിയനിതൊന്നും അറിയില്ല. ഒന്നിനും അടിയന് കഴിയുന്നില്ല. ഒരു വഴി കാട്ടിത്തരണേ ഭഗവാനെ. ഭഗവാനെ, വഴി കാട്ടിത്തരണേ ഭഗവാനെ. രക്ഷിക്കണേ. എന്ത് തീരുമാനിച്ചു? ജാനകി, കയറി വരൂ സുദർശന. അതിഥി സൽക്കാരത്തിൽ ഒന്നിനും ഒരു കുറവും വരുത്തരുതെന്ന് ചട്ടം കെട്ടിയിട്ടല്ലേ സുദർശനൻ യാത്ര പുറപ്പെട്ടത്. നമുക്കൊന്നിനും ഒരു കുറവും വരുത്തിയിട്ടില്ല ജാനകി. അതിഥിയെ പ്രീതിപ്പെടുത്താൻ എന്തും ത്യജിക്കാൻ തയ്യാറാകുന്ന ഒരു സ്ത്രീയെ നാം എങ്ങും കണ്ടിട്ടില്ല. ജാനകി എല്ലാ സുഖങ്ങളും പകർന്നു തന്നു കഴിഞ്ഞു. നന്നായി. എന്റെ ഭാര്യ എല്ലാ അർത്ഥത്തിലും അങ്ങയുടെ ആതിഥ്യമര്യാദ കാട്ടണമെന്ന്
എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. എൻ്റെ മനോഗതിയെ പൂർണ്ണമായും അനുസരിച്ച് അങ്ങയോട് ഒരു ഗൃഹനാഥയുടെ കടമ നിറവേറ്റിയതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഇന്നു മുതൽ ജാനകി അങ്ങേക്ക് സ്വന്തമായിരിക്കും. പരിപൂർണ സമ്മതത്തോടെ ഞാൻ ജാനകിയെ അങ്ങയുടെ പത്നിയായി നൽകുന്നു. സുദർശന,